നമസ്കാരം. BC 3-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ ഒരു സുഗന്ധദ്രവ്യമായിട്ട് ഉപയോഗിച്ചു വന്ന ഒന്നാണ് ഗ്രാമ്പൂ എന്നുള്ളത്. മധ്യകാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രചാരം റോമക്കാർ വഴി യൂറോപ്പിലും അറിഞ്ഞതിന് ശേഷം ഇത് ഒരു പ്രധാനപ്പെട്ട മുഖ്യ സുഗന്ധ വ്യഞ്ജന വസ്തുവായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. ഇത് നമ്മൾ പലപ്പോഴായിട്ടും ബിരിയാണി പോലുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഉൾപ്പെടുത്തുന്നതെങ്കിലും ഇത് അങ്ങനെയല്ല. നമുക്കിത് നേരിട്ടായാലും ഇതിൻ്റെ സത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഓയിൽ, ഇത് തിളപ്പിച്ച വെള്ളം, ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇത് ചർമ്മത്തിലേക്കായാലും നമുക്ക് എണ്ണ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു 4-5 ഗ്രാമ്പൂ തന്നെ കുറച്ച് ഫ്ലാക്സ് സീഡ് ഒന്ന് പൊടിച്ചെടുത്തതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒരു ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ട് ഒരു ദിവസം രാത്രി മുഴുവൻ വെച്ച് പിറ്റേ ദിവസം നമുക്ക് അതിനൊരു തുണിയിലൂടെ അരിച്ചെടുത്ത് ആ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സ്കിന്നിൽ ചുളിവുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാനും സ്കിന്നിൻ്റെ ആ ഒരു യുവത്വം നിലനിർത്താനും നല്ല തിളക്കമുള്ള ചർമ്മം നിലനിർത്താനൊക്കെ സഹായിക്കുന്ന വളരെ നല്ലൊരു കോംബോ ആണ് ഇത്. മുഖത്ത് മസാജ് ചെയ്യാനും അല്ലെങ്കിൽ ഫേസ് യോഗ ചെയ്യുന്നവർക്കും ഒക്കെ തന്നെ അതിന് മുൻപ് അല്പം തടവാനൊക്കെ ഏറെ നല്ലതാണ്. നമുക്കൊരു 40-45 വയസ്സോ അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷമൊക്കെ തന്നെ ചർമ്മം അതിൻ്റെ പ്രായാധിക്യം കൊണ്ടുണ്ടാവുന്ന ചില ലക്ഷണങ്ങളൊക്കെ സ്കിന്നിൽ കാണിച്ചു തുടങ്ങും. ഇത് സൗന്ദര്യ പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട, ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടും ചർമ്മത്തിൽ പല കുത്തുകളും പാടുകളും ഒക്കെ വരും. അപ്പോൾ ഇതിനെയൊക്കെ മാറ്റാനൊന്നും നമ്മൾ അധികം മരുന്നിനെ തേടി പോകേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള ചില സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. അതിന് പറ്റുന്ന നല്ലൊരു ഓയിൽ കൂട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ നമുക്കിത് ഗ്രാമ്പൂവിനെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത്തരം ഗ്രാമ്പൂ ചേർത്തിട്ടുള്ള ഓയിലുകൾ തലയിൽ അപ്ലൈ ചെയ്താലും തന്നെ വളരെ നല്ല മാറ്റമുണ്ട്. ചർമ്മത്തിലുണ്ടാവുന്ന, സ്കാൽപ്പിലുണ്ടാവുന്ന ഇത്തരം ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് കൊണ്ടുള്ള പ്രശ്നങ്ങളും പൊടിയായിട്ട് നമുക്ക് ചൊറിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കണ്ടിട്ടില്ലേ, ഡ്രൈ സ്കാൽപ്പ് വന്നു കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റാനും നല്ല നീറ്റായിട്ടുള്ള സ്കാൽപ്പാക്കി മാറ്റാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്നത് കൂടിയാണത്. ലവംഗം ച തിക്തം കടു കഫാപഹം ലഘു തൃഷ്ണാബഹ വക്രിക്ലീത ദൗർഗന്ധ്യനാശനം എന്നുള്ളത് സുശ്രുത സംഹിത സൂത്രസ്ഥാനയിൽ പറയുന്ന ഒരു റെഫറൻസ് ആണ്. ഗ്രാമ്പു മൊത്തമായിട്ട് നമ്മുടെ ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്, ശ്വാസകോശത്തിന്റെ സങ്കോച വികാസ ക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഗ്രാമ്പു തൈലത്തിന് കോളറ രോഗത്തിന് കാരണമാകുന്ന വിബ്രിയോ കോളറ എന്ന അണുവിനെ നശിപ്പിക്കാനുള്ള ഒരു ശക്തി കൂടെയുണ്ട്. ഈ തൈലം സുഗന്ധദ്രവ്യങ്ങൾ തയ്യാറാക്കാനും ദന്തവൈദ്യത്തിൽ ആന്റിസെപ്റ്റിക് ആയിട്ടും ചില ഔഷധങ്ങളുടെ നിർമ്മാണത്തിനും കൊതുക് നിവാരണങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ്. ഇതിന്റെ പൂമൊട്ട്, ഇല, കായ, തൊലി, വേര് ഒക്കെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങളുമാണ്. ചില ഔഷധ പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു 1/2 ഗ്രാം ഗ്രാമ്പൂ പൊടി തേനിൽ ചേർത്ത് ദിവസം 2 നേരം വീതം കഴിച്ചാൽ ചുമ, പനി ഇതൊക്കെ ശമിക്കാൻ നല്ലതാണ്. നല്ല അഗ്നിദീപ്തി ഉണ്ടാക്കും, അതായത് നല്ല വിശപ്പ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. അല്പം ഗ്രാമ്പൂ തൈലം അല്ലെങ്കിൽ ക്ലോവ് ഓയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ആവി പിടിക്കുന്നത് തൊണ്ടവേദന, ജലദോഷം, പനി, കഫക്കെട്ട് എന്നീ അസുഖങ്ങളുടെ ഒക്കെ തന്നെ ശമനത്തിന് ഏറെ നല്ലതാണ്. വായ്നാറ്റം, പല്ലുവേദന എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ അല്പം ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് അല്പം ഗ്രാമ്പൂ തൈലം കൂടെ ഒഴിച്ചിട്ട് ഒരു 8-10 തുള്ളി മതി ഒഴിച്ച് അതൊന്ന് കവിൾ കൊള്ളുന്നത് വായ്നാറ്റം പ്രശ്നങ്ങളും നേരത്തെ പറഞ്ഞിട്ടുള്ള പല്ലുവേദന, മോണപഴുപ്പ് അത്തരം ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ തന്നെ നല്ല ശമനം കിട്ടാൻ സാധിക്കുന്ന ഒന്നാണ്. തൈലും പഞ്ഞിയിലും മുക്കിയിട്ട് മോണയിൽ തട്ടാതെ പോടുള്ള ഭാഗങ്ങളിൽ പല്ലിൽ വെച്ച് കഴിഞ്ഞാൽ പല്ല് വേദന ശമിപ്പിക്കാൻ ഇത് നേരെ നല്ലതാണ്. ഇനി തൈലമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമ്പൂ ആ ഒരു വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്ത് നന്നായിട്ട് കടിച്ചു പിടിച്ച് അതിൻ്റെ നീരിറങ്ങുന്ന രീതിയിൽ കടിച്ചു പിടിച്ചു കഴിഞ്ഞാലും നല്ല മാറ്റം വരാറുണ്ട് വേദനയ്ക്ക്. ചുമ, ശ്വാസവൈഷമ്യം ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർ ഗ്രാമ്പൂ തൈലം അല്പം വെള്ളത്തിലൊഴിച്ച് നെഞ്ചത്തും പുറത്തും പുരട്ടുകയും ഗ്രാമ്പൂ പൊടിച്ചത് ഒക്കെ തന്നെ ഒരല്പം 2-3 പ്രാവശ്യമൊക്കെ തന്നെ തേനും ചേർത്ത് കഴിക്കുകയൊക്കെ ചെയ്താൽ നല്ല മാറ്റം കാണാറുണ്ട്. ഈ കോളറ രോഗത്തിനാണെങ്കിൽ ഗ്രാമ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളം ഇടവിട്ട് കുടിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഏലത്തരി, കായം, ഗ്രാമ്പൂ ഇവ 3ഉം കൂടി സമമെടുത്ത് വറുത്ത് പൊടിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞെടുത്തിട്ട് കൂടെ കുടിച്ചാലും വീരശല്യം ഉണ്ടെങ്കിലൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ലവങ്കാതി വടിക ഗ്രാമ്പൂ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ്. ഈ രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള ഒട്ടനേകം പ്രശ്നങ്ങൾക്കും ഇതുപോലെ ചർമ്മത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്കായാലും മുടിയുടെ ആരോഗ്യത്തിനായാലും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനം
ഉൽപ്പന്നമാണിത്. ഗ്രാമ്പൂവിൽ അടങ്ങിയിട്ടുള്ള മാംഗനീസും ഫ്ലാവനോയിഡും എല്ലാം ഉള്ളതിനാൽ തന്നെ ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എല്ലിന് മാത്രമല്ല എല്ലിനും പല്ലിനും ഒക്കെ തന്നെ ഗുണം തരുന്നതാണ്. ഗ്രാമ്പു നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുമെന്നുള്ളത് ജേണൽ ഓഫ് ഫുഡ് ആൻഡ് ഡ്രഗ് അനാലിസിസ് എന്ന ഒരു പുസ്തകത്തിലെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെ കഴിക്കുന്നതിലൂടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇതിന് ആന്റി വൈറൽ ഗുണമാണ് ശരീരത്തിന് ഈ പ്രതിരോധശേഷി നൽകുന്നത് എന്നുള്ളതും ശരീരത്തിലെ വിഷവസ്തുക്കളെയൊക്കെ പുറന്തള്ളാനുള്ള കഴിവുണ്ട്. പിന്നെ പല്ലിൻ്റെ ആരോഗ്യത്തിനാണ് ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. വായ്നാറ്റം പരിഹരിക്കാനായാലും അല്ലെങ്കിൽ പല്ലിലെ പോട്, അതുപോലെ നമുക്ക് ചെറിയ രീതിയിലായാലും മോണയ്ക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇത്തരം പ്രശ്നങ്ങളും വായ്നാറ്റവും ഒക്കെ മാറ്റാൻ ഇത് സഹായിക്കുന്നുണ്ട്. മേൽപ്പറഞ്ഞ രീതിയിൽ തന്നെ ഉപയോഗിക്കാനും ശ്രമിക്കുക. ഗ്രാമ്പൂവിന് ഏറെ ആരോഗ്യ ഗുണങ്ങളുണ്ടെങ്കിലും അമിതമായിട്ട് കഴിക്കുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ദിവസത്തിൽ 1 അല്ലെങ്കിൽ 2 ഒക്കെ കഴിക്കാനേ പറ്റൂ. അമിതമായിട്ട് ഉപയോഗിച്ചാൽ ഇത് കരളിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത്, നമ്മൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ മധുരം ചേർത്തിട്ടുള്ള ചായ അല്ല പറഞ്ഞത്, അങ്ങനെ ചായ കുടിക്കുമ്പോൾ അതിൽ 1 ഗ്രാമ്പു, അതിൽ കൂടുതൽ ഇടേണ്ടതില്ല, 1 ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ കുടിക്കുന്നത് നല്ലതാണ്. ഇനി ചായക്ക് പകരം നിങ്ങൾക്ക് വെറുതെ വെള്ളത്തിൽ 1 ഗ്രാമ്പു 1-2 ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ചിട്ട് ഒരു ദിവസം ഈ വെള്ളം ഒരു നേരിയ ചൂടോടുകൂടി കുടിക്കാൻ ഉപയോഗിക്കാം. ഇനി വളരെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉണർന്നാൽ ഉടനെ തന്നെ ഈ ഒരു വെറും വയറിൽ വെള്ളം കുടിക്കേണ്ടതില്ല. പക്ഷെ അങ്ങനെ കുടിക്കുന്നത് നല്ലതാണ്. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അങ്ങനെ ചെയ്യേണ്ടതില്ല. വളരെയധികം ശരീരത്തിന് ഗുണം തരുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ഗ്രാമ്പൂ എന്നുള്ളത്. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു സുഗന്ധവ്യഞ്ജനമായിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒന്നല്ല എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു വിഷയം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.